പക്ഷെ ചേന ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ചേന ഏറ്റവും നല്ല ഔഷധമുള്ള സാധനം കൂടിയാണ് ചേന. അപ്പം നമുക്കിനി ആ ഒരു പരിപാടി നോക്കാം. നമ്മളേ ചേന ഒരു 250 ഉണ്ടാവും ചേന. നമ്മളിത് കട്ട് ചെയ്ത കഷ്ണങ്ങളാണ് കേട്ടോ. കട്ട് ചെയ്തതേ ഇതേപോലെ ഇരിക്കണം. കട്ട് ചെയ്താൽ തന്നെ ഇത്ര കനേ പാടുള്ളൂ. അതിലും വലുതാവാൻ പാടില്ല. ഇത്ര കനത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു. ഇനിയിപ്പോൾ ഇനി എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല മാതിരി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൊഴുപ്പ് പോലെയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം അത് നമ്മൾ ഇത്തിരി ചൂടുവെള്ളമല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കണം. വേവിക്കണം. തിളപ്പിക്കല്ല, വേവിക്കണം. അതാ അപ്പം അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നേക്കണം. കണ്ട. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ വയ്ക്കുന്നത്. പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലിത്തിരി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ ഇട്ടോ. ഈ ചെറിയ ടീസ്പൂണിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടത്. അങ്ങനെ അതിട്ടിട്ട് ഇനി വേവിച്ചെടുക്കണം. ഒന്നും ഉടയാൻ പാടില്ല, ഉടഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയാണിത് വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. കണ്ട, മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് സ്റ്റവിൽ വെച്ച് നമ്മൾ വേവിക്കാൻ പോകണം. ഇത് വേവിച്ചെന്ന് പറഞ്ഞാൽ ഇത് നന്നായി വേവാനേ പാടുള്ളൂ. ഉടയരുത്. ഉടഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ്. വറുത്തെടുക്കാൻ വേണ്ടി തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂട്ടിയിട്ട് ഇത് നമ്മൾ ചെറുതായിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് വെന്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ അതിന്മേൽ ആകെ മസാല പുരട്ടിയിട്ട് പിന്നെ അത് വറുത്തെടുത്ത് നല്ല ടേസ്റ്റുള്ളൊരു വിഭവം കൂടിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മിളക് തേച്ച് വെച്ചിരുന്നില്ലേ, മിളകും ഇതൊക്കെ ആ തേച്ച് ഇത് വറുത്തെടുക്കാം കേട്ടോ. വറുത്തതാണത്.